നമസ്കാരം. അങ്ങനെ ഇസ്രായേലിനെ വിറപ്പിച്ചുകൊണ്ട് ഇറാൻ 181 മിസൈലുകൾ ഇസ്രായേലിലേക്ക് പായിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ആ രാത്രി വിറച്ചു എന്നാണ് ഇവിടെയുള്ള സുഡാപ്പികൾ മൊത്തം പറയുന്നത്. പക്ഷേ ഇസ്രായേൽ പറയുന്നത് നമ്മുടെ മരിച്ചിനിവിളയിൽ കുറച്ച് മിസൈൽ വന്ന് വീണിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് വന്ന് വീണ മിസൈലുകളിൽ പൊട്ടാത്ത കുറേ എണ്ണം ഇസ്രായേലിലെ ജനങ്ങൾ തട്ടി തോളി കയറ്റി എടുത്ത് അതും കൊണ്ട് ആഘോഷിക്കുന്ന ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കടന്ന് പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ മരിച്ചല്ലോ എന്ന് പറയുന്നത്, എടാ ഒരാൾ മരിച്ചത് ആ പാലസ്തീനിലുള്ള വെസ്റ്റ് ബാങ്കിൽ നിന്റെയൊക്കെ ഒരു മിസൈലിൽ ചെന്ന് വീണു, ഒരു പാലസ്തീൻ സഹോദരനാണോടാ മരിച്ചത് എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുമുണ്ട്. പോരാത്തതിന് മിസൈൽ അയച്ചല്ലോ, എന്തായാലും ഒരു തിരിച്ചടി ഞങ്ങൾ തരും എന്നും ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്ന് മാത്രമേ നമുക്കിനി അറിയാനായിട്ട് സാധിക്കേണ്ടതുള്ളൂ. എന്തായാലും ഇറാൻ അങ്ങോട്ടേക്ക് മിസൈൽ അയക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഇന്ത്യയിലുള്ള ഇറാൻ അംബാസഡർ നെതന്യാഹു എന്ന് പറയുന്നത് ഹിറ്റ്ലറാണ്, ചിലപ്പോൾ ഹിറ്റ്ലറിനെ കാട്ടിലും വലിയൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു. പോരാത്തതിന് മോദിജി ഒന്ന് ഇടപെടണം, മോദിജി ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം തീർക്കാനായിട്ട് നടക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ മോദിജി ഇതിൽ ഇടപെട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് വയ്യ അടിയോട് ചാവ എന്നാണ് ഇപ്പോൾ ഇവിടെയുള്ള ഇന്ത്യയിലുള്ള ഇറാൻ അംബാസഡർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യ ഇടപെടണം എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഏത് നിമിഷവും അടിക്കാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇസ്രായേൽ അടിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അവിടെയുള്ള പ്രസിഡന്റ് പെഷസ്കിയാൻ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ മെസ്സേജ് അയച്ചു, സത്യം തന്നെയാണ്, പക്ഷേ സെൽഫ് ഡിഫൻസിന് വേണ്ടിയാണ് ഞങ്ങൾ മിസൈൽ അയച്ചത്, ഞങ്ങളെ ഒന്ന് ചെയ്യരുത് എന്നുള്ള രീതിയിൽ പെഷസ്കിയാനും വലിയ രീതിയിൽ അവിടെ കിടന്ന് അലമുറയിട്ട് കരയുന്നുണ്ട് എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അയത്തുള്ള ഖമേനി എവിടെയാണെന്ന് പോലും അറിയില്ല, ബങ്കറിനകത്തിരിക്കുകയാണ് ചേമ്പലേക്ക് ഒഴുത്തോണ്ട്. അങ്ങനെ ഖമേനി പുറത്തു വന്നു കഴിഞ്ഞാൽ ഇനി ഖമേനിയെ തട്ടുവോ അല്ലെങ്കിൽ പെഷസ്കിയാനെ തട്ടുവോ? ഇറാനകത്ത് ഒരുപാട് ഇസ്രായേലി ചാരന്മാരുണ്ട്, ഇവന്മാർ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഇവന്മാരെ തട്ടുവോ? എന്താണ് ഇസ്രായേലിന്റെ അടുത്ത നീക്കം വരാൻ പോകുന്നതെന്ന് അറിയില്ല. പോരാത്തതിന് ഇസ്രായേൽ അന്ന് രാത്രി തന്നെ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അന്ന് രാത്രി തന്നെ ഇസ്രായേൽ യുവമാരുടെ മിസൈലുകളൊക്കെ തടുത്തു തിരിച്ചടിയും കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത് ലോക മാധ്യമങ്ങളൊന്നും കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്തില്ല. കാരണം ഇസ്രായേലിലേക്ക് ഒരു മിസൈൽ വന്ന് വീഴുക എന്ന് പറയുന്നത് ലോക രാജ്യങ്ങളിലെ മാധ്യമങ്ങൾക്ക്, അൽ ജസീറ പോലുള്ള മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനുള്ള ഒരു സംഭവമാണ്. കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞ ശക്തമായിട്ടുള്ള രാജ്യം, അതായത് ഒരു പഠിപ്പി എല്ലാ പരീക്ഷയ്ക്കും 100ൽ 100 മായ്ക്കുന്ന ഒരുത്തന് ഒരു പരീക്ഷയ്ക്ക് 99 മാർക്കായി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടും. അവന് 99 ഉള്ളൂ, 1 മാർക്ക് എവിടെ പോയി എന്നുള്ള രീതിയിൽ ആഘോഷിക്കപ്പെടും. അതുപോലെ ഇസ്രായേലിലോട്ട് ഒരു മിസൈൽ വന്ന് വീണപ്പോൾ ഇസ്രായേലിലോട്ട് ഒരു മിസൈൽ വന്ന് വീണു എന്നുള്ള വലിയ രീതിയിലുള്ള ആഘോഷം അവിടെ നടന്നു. ഇപ്പോൾ ഇസ്രായേലിന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ലോക രാജ്യങ്ങൾ ഇറാന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. ഇറാനോട് ഇസ്രായേലിന്റെ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നാണ് ലോകരാജ്യങ്ങൾ പറഞ്ഞതെന്നറിയാമോ? അവർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ആരെയും കൊല്ലില്ല, നിങ്ങളൊക്കെ പാവപ്പെട്ട ജനങ്ങളാണെന്ന് ഇസ്രായേലിന് കൃത്യമായിട്ട് അറിയാം. പോരാത്തതിന് അയത്തുള്ള ഖമേനി അവനെ നമ്മൾ വെറുതെ വിടും, അവനെ ജീവിക്കാനായിട്ട് വിടും, നരകിച്ച് ജീവിക്കണം. പെഷസ്കിയാൻ തന്നെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. പക്ഷേ ഇസ്രായേൽ ലക്ഷ്യം വെക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഓയിൽ പ്ലാന്റുകളെയാണ്, നിങ്ങളുടെ ഓയിൽ പ്ലാന്റുകൾ. ഇത് കേട്ടപ്പോൾ ഇറാൻ ഒന്ന് ഞെട്ടി. ഈ ഓയിൽ പ്ലാന്റുകളെ ഇസ്രായേൽ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന വലിയ വിപത്തെന്ന് പറഞ്ഞാൽ, ഓയിലിനെ ആശ്രയിച്ചാണ് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഓയിലിനെ ആശ്രയിച്ച് ഇറാൻ എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഓയിൽ പ്ലാന്റുകൾ തകർക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. ഇവരുടെ സാമ്പത്തിക സ്രോതസ് പൂർണ്ണമായിട്ട് തകർന്നു പോകും. ഇവരുടെ സാമ്പത്തിക സ്രോതസ് പൂർണ്ണമായിട്ടും തകർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ഇറാൻ എന്ന് പറയുന്ന രാജ്യമേ ഉണ്ടായിട്ട് കാര്യമില്ല, മൊത്തത്തിൽ പട്ടിണിയായി പോകും. ഇവർക്കറിയാം ഓയിൽ വിറ്റാണ് ഇവർ ഏറ്റവും കൂടുതൽ ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്ലാന്റുകളും എണ്ണപ്പാടങ്ങളും ഇറാനിൽ ഇസ്രായേൽ ബോംബിംഗ് നടത്തിയാൽ പിന്നെ സകല കാര്യങ്ങളും കഴിഞ്ഞു എന്ന് മാത്രമല്ല, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അത് പറഞ്ഞ് നാക്കെടുത്തപ്പോഴാണ് ഇപ്പോൾ അതിനെക്കാട്ടിലും വലിയൊരു സംഭവം പുറത്തു വരുന്നത്. ഓയിൽ പ്ലാന്റുകൾ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ആണവ നിലയങ്ങളും ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് ലോകരാജ്യങ്ങൾ, അമേരിക്ക അടക്കം ഇറാനോട് പറയുന്നുണ്ട്. ഇതോടുകൂടി യുവന്മാരുടെ സകല കിളിക്കൂടും തത്തിപ്പോയെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ഇവിടം സ്വർഗമാന സിനിമയിലെ ക്ലൈമാക്സിൽ നമ്മുടെ മോഹൻലാൽ ലാലു അലക്സിന്റെ വീട്ടിൽ വരും. ലാലു അലക്സിന്റെ വീട്ടിൽ വന്നിട്ട് ചാണ്ടിച്ചായ വിളിക്കും, ചാണ്ടിച്ചായൻ അറിയാമെന്നുള്ള എല്ലാവരെയും വിളിക്കും, നമുക്ക് ഈ രാത്രി ഈ പ്രശ്നം ഇപ്പോൾ സോൾവ് ചെയ്യണം എന്ന് പറഞ്ഞൊരു സീന് നടത്തുന്നുണ്ട്. അതായത് ചാണ്ടിച്ചായൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ആ ഒരു സാഹചര്യമാണ് സത്യം പറഞ്ഞാൽ ഇറാനിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ടെൻഷൻ അടിച്ച് മരിക്കുകയാണ്.
ആയിരിക്കും ഈ ആക്രമണം നടക്കാൻ പോകുന്നത്. ഓയിൽ പ്ലാന്റിലോട്ടായിരിക്കുമോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലായിരിക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ ആണവ നിലയങ്ങളിലേക്കായിരിക്കുമോ, എന്തായിരിക്കും ഈ ആക്രമണം, എങ്ങനെയായിരിക്കും ഈ ആക്രമണം? അതുകൊണ്ട് ഇറാൻ ഇപ്പോൾ ഓടി നടക്കുകയാണ്, ഞങ്ങളൊന്നും ചെയ്തില്ല, ഞങ്ങൾ സെൽഫ് ഡിഫൻസ് മാത്രമാണ് ചെയ്തത്, നിങ്ങൾ ഈ കള്ളക്കളി കളിക്കരുത്, നിങ്ങൾ പേജർ ബോംബിട്ട് ഞങ്ങളെ കുറെ എണ്ണത്തിനെ കൊന്നു, നിങ്ങൾ ഇസ്രായേലിലെ ചാരന്മാരെ ഇങ്ങോട്ടേക്ക് ഇറക്കി, അതായത് നമ്മൾ ഇറാൻ പൗരന്മാരെ വരെ ചാരന്മാരാക്കി നിങ്ങൾ കളിച്ചു, എന്നിട്ട് ഞങ്ങളൊന്നും ചെയ്തില്ല, നിങ്ങൾ ഞങ്ങളെ രാജ്യത്തിനകത്ത് കയറി ഇസ്മയിൽ ഹനിയെ കൊന്നു, എന്നിട്ട് ഞങ്ങളൊന്നും ചെയ്തില്ല. മുഹമ്മദ് റൈസി, നമ്മുടെ മുൻ പ്രസിഡന്റ്, പുള്ളിക്കാലിനെ തട്ടിക്കളഞ്ഞത് നിങ്ങളാണെന്ന് പറയുന്നത്, എന്നിട്ട് ഞങ്ങൾ ഒരു ചെറുവല്ല നനയ്ക്കോ, ഞങ്ങൾക്ക് ഇത്രയെങ്കിലും ചെയ്യണ്ടേ, എടാ മനസ്സിലായ കുറച്ച് മനുഷ്യത്വമെങ്കിലും കാണിക്കടാ എന്ന് പറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ഇറാൻ ഇവിടെ നിൽക്കുന്നത്. ഇറാൻ അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇറാന് ഇന്ത്യയുടെ സഹായം ആവശ്യമായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതുകൊണ്ടാണ് ഇറാൻ അംബാസഡർ, ഇന്ത്യയിലുള്ള ഇറാൻ അംബാസഡർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കാര്യത്തിൽ ഒന്നിടപെട്ട് ഈ പ്രശ്നം സോൾവ് ആക്കി തരണമെന്ന് പറയും. ബെസ്റ്റ് ആളർത്താണ് പറയുന്നത്. ഇസ്രായേലും പാലസ്തീനും കൂടെ അടി നടന്നപ്പോൾ നരേന്ദ്രമോദി ഞങ്ങൾ പാലസ്തീൻ ജനതയുടെ കൂടെയാണ്, 2 ബോംബ് കൂടെ ഇസ്രായേലിന് കൊടു എന്ന് പറഞ്ഞ ടീമാണ് നമ്മുടെ നരേന്ദ്രമോദി എന്ന് പറയുന്നത്. പോരാത്തത് നെതന്യാഹുവിനെ വിളിച്ച് മോദി പറഞ്ഞിട്ടുണ്ട്, ഭീകരതയ്ക്കെതിരെ ഒരു സന്ധിയും വേണ്ട, ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ കയറി അടിച്ചോ, അണ്ണാക്കി കയറി ഇട്ടോ എന്നാണ് കൃത്യമായിട്ട് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് വന്ന് ഇറാൻ പറയുകയാണ്, ചുമ്മാ ഇരിക്കുന്നവൻ എന്തിനാണ് ചൊറിയുന്നത്, ഇത്രയും കാലം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്നത് ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടമാണ്, ഹമാസിനെ ഒതുക്കി, ഹിസ്ബുള്ളയെ ഒതുക്കി, ഹൂതികളെ ഒതുക്കി, എന്തിനാണ് പിന്നെ ഇറാൻ ഇസ്രായേലിലേക്ക് ബോംബ് അയച്ചത്? അതാണ് ചോദ്യം. എന്താണ് ബോംബ് അയക്കാനുള്ള നിങ്ങളുടെ ചേതോവികാരം എന്നുള്ളൊരു ചോദ്യം അവിടെ വലിയൊരു ചോദ്യമായി അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കുകയാണ്. അതിന് ഇറാന് മറുപടിയില്ല. ആ മറുപടി ഇറാൻ പറയുകയാണെങ്കിൽ ഇറാൻ പറയേണ്ടി വരും, ഈ ഭീകര സംഘടനകളൊക്കെ ഫണ്ട് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളുടെ നോക്കി ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇസ്രായേൽ ഇവരുമായിട്ട് അടിക്കുമ്പോൾ ഞങ്ങളുമായിട്ട് അടിക്കുന്നതിന് തുല്യമാണ് എന്ന് ചിലപ്പോൾ ഇറാൻ പറയേണ്ടി വരും. എന്തായാലും വരുന്ന ദിവസങ്ങളിലോ വരുന്ന മണിക്കൂറുകളിലോ ഇസ്രായേൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇറാൻ ചാരന്മാരാണ് മുഴുവനും, അതായത് ഇസ്രായേൽ നിയോഗിച്ച ഇറാൻ ചാരന്മാരാണ് ഇറാനകത്ത് മുഴുവനും. അതുകൊണ്ട് സ്വന്തം നിഴലിനെ പോലും അവിടെയുള്ള ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള ചാരസംഘടനയായ മൊസാദുള്ള രാജ്യമാണ് എന്നറിയാം. അങ്ങനെ ആ മൊസാദിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇറാൻ ഇവരൊരു ചാരസംഘടന രൂപീകരിച്ചത്, ആരും അറിയാതെ. പക്ഷെ അവസാനം അവർ മനസ്സിലാക്കി, ഈ മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടന ഉണ്ടല്ലോ, അതിൻ്റെ കൺട്രോളിലായിരുന്നു ഇറാൻ ആരും അറിയാതെ രൂപീകരിച്ച ചാരസംഘടനയെന്ന്. അതോടുകൂടി അവന്മാരെ ഉള്ള കാറ്റും കൂടെ പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്, ഇറാനിലെ പൗരന്മാർ, അവിടെയുള്ള സ്ത്രീകളടക്കം ഇസ്രായേലിന് സപ്പോർട്ടുണ്ട് എന്നുള്ളതാണ്. ഹിസ്ബുള്ളയുടെ നസറുള്ളയെ ബങ്കർ ബസ്റ്റർ ബോംബിട്ട് കൊന്നപ്പോൾ അവിടെ നടന്ന ആഘോഷം എന്ന് പറയുന്നത് ലോക രാജ്യങ്ങളും മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും മുഴുവൻ റിപ്പോർട്ട് ചെയ്ത ഒരു കാഴ്ചയെ നമ്മൾ കണ്ടതാണ്. കാനഡയിലടക്കം കേക്ക് മുറിക്കുന്നു, ഇവിടെ ഇറാനിൽ ആഘോഷം നടക്കുന്നു. എന്തിനു പറയുന്നു, സിറിയയിലടക്കമുള്ള സ്ത്രീകളും കുട്ടികളും ആഘോഷിച്ചു എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകളും കുട്ടികളും ഇവന്മാർ മുന്നിൽ നിർത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇവന്മാർ എതിരാണ് എന്നുള്ളത് കൊണ്ടാണ് അവരെ മുന്നിലേട്ട് നിർത്തുന്നത്. അവരുടെ മുകളിൽ ഒരു ബോംബ് വന്ന് പതിച്ചു കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഇരവാദം ഉന്നയിക്കാൻ കൂടുതൽ എളുപ്പമാവും. അതിൻ്റെ പേരും പറഞ്ഞ് ഫണ്ട് അടിക്കാനും കൂടുതൽ എളുപ്പമാവും. പക്ഷേ